കേരളത്തിലെ ബേബി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പത്തനംതിട്ടയെ പറയാം. മറ്റു പല മണ്ഡലങ്ങളെയും പോലെ 52-ലുണ്ടായിരുന്നു, 57-ലുണ്ടായിരുന്നു ആ കഥകളൊന്നും ചരിത്രമൊന്നും പറയാൻ അവിടെ പത്തനംതിട്ടയ്ക്കില്ല. ആകെ 3 തവണ മാത്രമാണ് ലോക്സഭാ മണ്ഡലം ആയിട്ട് അത് നിന്നിട്ടുള്ളത്. 2009, 2014, 2019. ഇത് 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 3 തവണയും അവിടെ മറ്റാരും ജയിച്ചിട്ടുള്ള UDF മാത്രമേ ഉള്ളൂ. UDF എന്ന് പറഞ്ഞുകൂടെ കോൺഗ്രസേ ഉള്ളൂ. കോൺഗ്രസ് ഒന്നും പറഞ്ഞുകൂടെ ആന്റണി മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 2009-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമാണ് MP, 2014-ലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹമാണ് MP, 2019-ലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹമാണ് MP. ഇത്തവണ അദ്ദേഹം നേരിടുന്നത് പഴയൊരു കോൺഗ്രസ് നേതാവിനെയാണ്. കോൺഗ്രസ് നേതാവ് എന്ന് പോലും പറയാം, കോൺഗ്രസിന്റെ കേരളത്തിലെ തലതൊട്ടപ്പന്റെ മകനെയാണ്. ഒന്ന്. രണ്ടാമത്തേത് LDF-ന് നിർത്താൻ പറ്റിയ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെയാണ്. അനിൽ കെ ആന്റണി. അദ്ദേഹം നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ അത്ര ശക്തനൊന്നും ആയിരിക്കില്ല. പക്ഷെ BJP അദ്ദേഹത്തിന് കൊടുക്കാവുന്ന പരിഗണന എല്ലാം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന് അദ്ദേഹത്തിന് അങ്ങനെ വലിയ സ്ഥാനമൊന്നും കിട്ടിയിരുന്നില്ല. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പരിഗണന ഈ ITയുടെയും മറ്റും ചുമതലയൊക്കെ ഉള്ള ഇത് കൊടുത്തിരുന്നതിന് കാരണങ്ങളിൽ ഒന്ന് AK ആന്റണിയുടെ മകൻ എന്ന നിലയിലായിരിക്കും. അദ്ദേഹം വിദേശത്ത് ജോലിയിലായിരുന്നു. അവിടെ നിന്ന് വന്നിട്ടാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത്. അധികകാലത്തെ പ്രവർത്തനമില്ല, ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തനമില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം ഈ തിക്താനുഭവം കൊണ്ട് എന്ന് പറയുന്നു, മറുപുറത്തേക്ക് പോയി. എന്താണ് തിക്താനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും പറയാം. എത്രയോ കാലമായിട്ട് എന്താണ് ആളുകൾ നമ്മൾ പറയില്ലേ, മണ്ണ് വെട്ടിയിട്ടും വെള്ളം കോരിയിട്ടും ഒക്കെ നിന്നിട്ടുള്ള എത്രയോ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ മുതൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ഒരു പ്രവർത്തന പാരമ്പര്യമൊന്നും അനിൽ കെ ആന്റണിക്ക് പറയാനില്ല. പക്ഷേ AK ആന്റണിയുടെ മകനാണ്. AK ആന്റണി എന്ന കോൺഗ്രസ് നേതാവ്, വർക്കിംഗ് കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന്റെ മകൻ ഇപ്പുറത്തേക്ക് പോയപ്പോൾ AK ആന്റണി പോലും ഒറ്റ വാക്കിലാണ് അതിൽ പ്രതികരിച്ച് നിർത്തിയത്. ഇനിയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അതായത് എനിക്ക് അതിനോട് യോജിപ്പില്ല എന്നാണ്. ഇപ്പോഴും പല ആളുകളും മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ പലപ്പോഴും പകുതി തുറന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. പത്തനംതിട്ടയിൽ ആന്റണി പ്രചരണത്തിന് വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതുവരെ ആന്റണി വന്നിട്ടില്ല. അദ്ദേഹത്തോട് എവിടെയെങ്കിലും ഇറങ്ങുമെന്ന് ചോദിച്ചപ്പോൾ ആരോഗ്യം സമ്മതിക്കുമെന്ന് എങ്കിലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങനെ അത് തൽക്കാലം മാറ്റിവെക്കുക. ആന്റണി അവിടെ വരാൻ പോകുന്നില്ല. മകനെതിരെ പ്രചരണം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും പത്തനംതിട്ട നമ്മൾ കാണുന്ന പോലെ അവിടെ ആന്റോ 3 തവണയും ജയിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ തവണ കിട്ടിയ ഭൂരിപക്ഷം വോട്ട് ഷെയറും രണ്ടാമത്തെ തവണ അദ്ദേഹത്തിന് കിട്ടിയില്ല. രണ്ടാമത്തെ തവണ കിട്ടിയ വോട്ട് ഷെയറും ഭൂരിപക്ഷവും 3ാമത്തെ തവണ കിട്ടിയില്ല. 3ാമത്തെ തവണ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശബരിമല പ്രശ്നം, AK ആന്റണിയുടെ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ട് മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ട് ആഞ്ഞടിച്ചപ്പോൾ ആലപ്പുഴ ഒഴികെ, ആലപ്പുഴയിലും 12 വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ്, 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ആരിഫ് ജയിക്കുന്നത്. അപ്പൊ അവിടെ പോലും ഉണ്ടായിട്ട് പോലും ആന്റണിയുടെ വോട്ട് ഷെയർ കുറയാണുള്ളത്. അപ്പൊ അതാണ് ഒരു പ്രശ്നമുള്ള. ആദ്യത്തെ തവണ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ആ ഭൂരിപക്ഷം നിലനിർത്താൻ അദ്ദേഹത്തിന് പിന്നീട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം തുടർച്ചയായിട്ട് 3 തവണ മത്സരിച്ച് 4ാമതും വേണമോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി LDFന്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കഴിവ് തെളിയിച്ച ആളാണ്. നന്നായിട്ട്, വെറും രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരിലെ ബുദ്ധിജീവി എന്ന് പറയാം. അദ്ദേഹം ശാസ്ത്രാധിഷ്ഠിത പരിഷത്തിലൂടെ രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. സാമ്പത്തിക ശാസ്ത്രമൊക്കെ നന്നായിട്ട് അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ആളാണ്. പല പദ്ധതികളും, കിഫി പോലുള്ള പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള ആളാണ്. ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾ. പിന്നെ രാഷ്ട്രീയക്കാരിൽ പല ആളുകൾക്കും, CPM നേതാക്കന്മാരിൽ പല ആളുകൾക്കും ഉള്ളതുപോലെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ക്രുദ്ധനാവുന്ന പരിപാടി ഒന്നുമില്ല. അദ്ദേഹം ആദ്യം ചിരിക്കും, പിന്നീട് രസകരമായിട്ട് മറുപടി പറയും. മറുപടി ഇല്ലെങ്കിൽ പോലും നമുക്കറിയാം. അങ്ങനെ ഐസക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഐസക് ഒരു ജനകീയനാണ് എന്ന് പറയാവുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പം നടക്കുന്നുണ്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട്. അത് സ്വാഭാവികമായിട്ട് ഇഡിക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാവുന്ന പോലെ AAP നേതാവ് സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചില്ലേ, എന്ത് തെളിവുണ്ടായിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം ഇദ്ദേഹത്തെ ജയിലിൽ വെച്ചതെന്നുള്ളത്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇനിയും തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉച്ചക്കത്തേക്ക് കേസ് മാറ്റി വെച്ചു. അപ്പോഴും തെളിവില്ലായിട്ട് അവസാനം ED പറഞ്ഞു, ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ ജാമ്യത്തിനെ എതിർക്കുന്നില്ല, അദ്ദേഹത്തെ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ EDയുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ED വേട്ടയാടുന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് തോമസ് ഐസക്കിനെ കുറ്റം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും പോരാട്ടം നടക്കുന്നുണ്ട്. ഇവിടെയും പത്തനംതിട്ടയിലും അവിടെ BJPയുടെ വിജയം ഞാൻ കാണുന്നില്ല. കാരണം BJPയെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങേണ്ട ഒരാള് ആദ്യമേ തന്നെ തന്റെ പ്രതികൂല മനോഭാവം പറഞ്ഞു. പിന്നെ സന്തോഷകരമായ രീതിയിലൊക്കെ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും PC ജോർജ് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ട് അത്ര കിട്ടുമോ എന്നുള്ള സംഭവം സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചെടുക്കാൻ അനിൽ ആന്റണിക്ക് പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രമാത്രം കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. മാത്രമല്ല AK ആന്റണിയുടെ ഒപ്പം A ഗ്രൂപ്പ് ഉണ്ടാക്കാനും AK ആന്റണി കുറച്ച് സജീവമല്ലാത്ത ഘട്ടത്തിൽ A ഗ്രൂപ്പിനെ സജീവമായി നിലനിർത്താനും അവസാനം വരെ പോരാടിയ ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും 2 പെൺമക്കളും രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളുകൾ പ്രചരണ രംഗത്ത് വന്നിട്ടുള്ള പത്തനംതിട്ടയിലാണ്. സ്വാഭാവികമായിട്ടും അവിടെ പോരാട്ടം
നേട്ടം UDF-ഉം LDF-ഉം തമ്മിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് നല്ല വോട്ട് ഷെയർ കൂട്ടിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് അതേപോലെ BJPക്കുള്ളൊരു നേട്ടം അവിടെ പറയാതിരിക്കാൻ വയ്യ. 2009 കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് 2014 കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വോട്ട് 2019 കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2024 അങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര തോന്നുന്നില്ല, സംശയമാണ്.